ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. മക്കളെ NCERT ഒരു അടിപൊളി പ്രോബ്ലം ആണ്. 3 മാർക്ക് ഉറപ്പിക്കാവുന്ന പ്രോബ്ലം ആണ്. ഇതാ 0.05 മോളാർ NaOH സൊല്യൂഷന്റെ ഡയമീറ്റർ 1 സെന്റിമീറ്റർ ആണ്, ലെങ്ത് 50 സെന്റിമീറ്റർ ആണ്, അതിന്റെ റെസിസ്റ്റൻസ് 5.55 × 10⁻³ ആണ് തന്നിട്ടുണ്ട്. ഡയമീറ്റർ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡയമീറ്റർ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി റോ കാണണം. റോ കാണാൻ ഇക്വേഷൻ റോ ഈസിക്കൽ RA/L അല്ലേ? RA/L. ആറും അറിയാം, എല്ലും അറിയാം. ഏ തന്നിട്ടില്ല? എ കാണണം. എ കാണാൻ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? ലെങ്ത്തും തന്നിട്ടുണ്ട്. എ കാണാം, അത് പറയാം, നമുക്ക് ചെയ്യാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാണണം. ഓക്കെ, പിന്നെ തന്നിരിക്കുന്നത് റോ കണ്ട് റോ ഈക്വൽ ടു RA/L ആണ്. റോ ഈക്വൽ ടു RA/L. കെ കാണും. കെ എന്ന് പറഞ്ഞാൽ 1/ρ ആണ്. കെ ഈസിക്കൽ 1/ρ. റോ കണ്ടാൽ കെ കാണാൻ പറ്റും. കെ കണ്ടാൽ λm കാണാൻ പറ്റും. λm ഈസിക്കൽ 1000 K/molarity ആണ്. അപ്പൊ റോ കാണണമെങ്കിൽ RA/L ആണ്. R തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്, എ തന്നിട്ടില്ല. എ കാണണമെങ്കിൽ πr² ഉപയോഗിച്ചാൽ മതി. A ഈസിക്കൽ πr² എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പൊ അത് ഓക്കെ. A ഈസിക്കൽ πr² ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുക, പൈ എത്ര? 3.14 ആണ്. 3.14. ഇവിടെ 0.5 എന്ന് പറഞ്ഞാൽ 0.5 എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയമീറ്റർ 1 സെന്റിമീറ്റർ അല്ലേ? അപ്പോ റേഡിയസ് എന്തായിരിക്കും? 0.5 സെന്റിമീറ്റർ ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? അവിടെ നമുക്ക് എ കിട്ടി. എ കിട്ടിക്കഴിഞ്ഞാൽ അറിയില്ല, A ഈസിക്കൽ πr² എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കിട്ടി. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കിട്ടിയ റോ ഈക്വൽ നമുക്കറിയാം RA/L ആണെന്ന് അറിയാം അല്ലെ? റെസിസ്റ്റൻസ് ഇവിടെ റെസിസ്റ്റൻസ് ഗിവൺ ഡേറ്റ് ആണ്. ഇതാ ഏതാ ഇവിടെ ലെങ്ത് ഗിവൺ ഡേറ്റ്, ലെങ്ത് 50 സെന്റിമീറ്റർ ആണ്. എ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് നേടി അവിടെ റോ ഈക്വൽ ടു RA/L ഉപയോഗിച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് റോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 87.135 ഓം സെന്റിമീറ്റർ ആണ്. ക്ലിയർ അല്ല? അപ്പൊ റോ കിട്ടി. റോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കെ കാണാം. കെ ഈസിക്കൽ 1/ρ ആണ്. കെ ഈസിക്കൽ 1/ρ ഇക്വേഷൻ ഉപയോഗിക്കും. കെ ഈസിക്കൽ 1/ρ. റോ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. 87.135 ആണ്. അങ്ങനെ നമുക്ക് കെയും കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണുന്നത്? λm. കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ λm കാൽക്കുലേറ്റ് ചെയ്യണം. λm ഈസിക്കൽ 1000 K/molarity ആണ്. 1000 K/molarity എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ? 1000 K/molarity ആണ്. കെ മൊളാരിറ്റി 0.05 ആണ്. നിങ്ങൾക്ക് അറിയാം. കെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? λm കിട്ടി. അങ്ങനെ 3 പ്രോബ്ലം അല്ലേ? 3 പോയിന്റ് കണ്ടുപിടിച്ചു.